ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ആറ്റുകാല് പോവുകയാണ്. അപ്പം ഇത് അതിനായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ്. ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ്. ഞാനങ്ങനെ ഞാൻ ഇപ്പോൾ കളിക്കാൻ പോയിട്ട് വന്നതാണ് താഴെ ഫുട്ബോൾ കളിക്കാൻ. താഴത്തെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഫുട്ബോൾ കളിക്കാൻ പോയി. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ കുളിച്ചത് കൊണ്ട് ഇപ്പോൾ കുളിക്കുന്നില്ല ഗൈസ്. എനിക്ക് കോളേജിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓവറായിട്ടൊക്കെ ഡ്രസ്സ് ഇടാൻ എനിക്ക് വയ്യ ഗൈസ്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്ക് ഇട്ടു. സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഇട്ടു ഗൈസ്. അപ്പം ഞാൻ അങ്ങനെ മുഖത്തെല്ലാം വലുതായിട്ടൊന്നും ഇടാറില്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഐലൈനർ വരയ്ക്കാം ഗൈസ്. ഞാൻ വരച്ചിട്ട് കാണിക്കാം ഗൈസ്. കണ്ണ് വരച്ചൊരു പൊട്ടും വെച്ചു. ഇനി എൻ്റെ ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഇപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ലിപ് ലൈനർ ഇത്രയ്ക്ക് കൊച്ചായിപ്പോയി. ലിപ് ലൈനർ വരയ്ക്കും. ഞാൻ അങ്ങനെ ചെറുതായിട്ടേ വരയ്ക്കുള്ളൂ, ഓവറായിട്ട് വരയ്ക്കാൻ എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് വരയ്ക്കാൻ എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഒരു ബ്രൗൺ, ഞാനിത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്, ഇട്ട് കൊടുക്കാൻ. അപ്പം ഇങ്ങനത്തെ ഷെയ്ഡ് കിട്ടും. ഇനി നമ്മൾ മേബിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ ഇടുന്നത്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഏത് ഷെയ്ഡെന്ന് അറിയാൻ പറ്റൂല. ഇങ്ങനത്തെ എനിക്ക് ബ്രൗൺ ഷെയ്ഡിനോട് നടക്കുകയാണ് താല്പര്യം. വയസ്സ് നമുക്ക് തല ഓടണം. തല കിട്ടിയിട്ട് കാണിക്കാം വയസ്സ്. അപ്പം എനിക്ക് ഓവറായിട്ട് ഡ്രസ്സൊന്നും ഇഷ്ടമുള്ളതുകൊണ്ട് സിമ്പിൾ മേക്കപ്പാണ്. ഇനി എനിക്കങ്ങനെ കയ്യിലിടാനോ അങ്ങനെയൊന്നും. നമുക്ക് ഈ കമ്മലിടാം പ്ലീസ്. ഈ കമ്മൽ ചേരും എന്നാലും എനിക്ക് വേണ്ട. ഈ കൊച്ചു സ്റ്റഡ് മതി ഗൈസ്. ഇനി നമുക്ക് എൻ്റെ കണ്ണാടി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തുടച്ചു ഗൈസ്, കാരണം ഞാൻ രാവിലെ തുടച്ച് വെച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കോവിലിൽ പോവാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഞാനപ്പോൾ മാല് കഴുകിയത് കൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. മാല് കഴുകിയപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം മുടിയിൽ നനച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. എനിക്ക് മാല ഇടണം. അപ്പം മാല ഇടാം. മാല വയ്ക്കാൻ മതി. ഇങ്ങനെയല്ലേ ഫ്രണ്ട്. ഇത് മുടി കൊച്ചായതുകൊണ്ട് ഞാൻ ഒന്ന് കിടക്കും. ഇട്ടിട്ട് കാണിക്കാം ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ മാല ഇട്ടു ഗൈസ്. കയ്യിലും ഇങ്ങനെ വേണ്ട ഗൈസ്. അപ്പം ഇനി ഒരു വ്ളോഗായിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ ഈ ആറ്റുകാല് പോകുന്നതിൻ്റെ ഒരു ഫുൾ വ്ളോഗ് ഞാൻ ഇടും ഗൈസ്. അപ്പം ബൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റുകാലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആറ്റുകാൽ വീഡിയോസ് കാണാം ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം ആറ്റുകാല് കോവിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം തൊഴുത് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ തന്നെ ഇവിടെ ഡാൻസിൻ്റെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. ഡാൻസൊക്കെ കഴിഞ്ഞ് ഡാൻസിൻ്റെ പിള്ളേർ ഗൈസ് താണ്ട ഇവിടെ കണ്ണകീരെ ഒരു വലിയൊരു സ്റ്റാച്ചു വരാൻ പോവുകയാണ് ഗൈസ്.
ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാലാണ്. വലിയൊരു പ്രതിമ വരാൻ പോവുകയാണ് ഗൈസ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ഷെഡ് അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ആറ്റുകാല് കോവിലാണ് പോയത് ഗൈസ്. അപ്പോൾ പോയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജ്യൂസ് കുടിക്കാനാണ് വന്നിരിക്കുന്നത് ഗൈസ്. എനിക്ക് ലൈം ജ്യൂസാണ് എവിടെ പോയാലും ഇഷ്ടം ഗൈസ്. അതുകൊണ്ട് ഞാൻ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു ഗൈസ്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ആണ്. ഒരു പൊണ്ണാം ഗ്ലാസ്സിലാണ് ലൈം തന്നത്. പൊണ്ണാം ഗ്ലാസ്സിൽ കേട്ടോ ഗൈസ്, സ്റ്റീൽ ഗ്ലാസ്. അത് കൊള്ളാം, എന്താ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ഇനിയൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ.